സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയ UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഈ മാസം 10-ന് ശേഷമായിരിക്കും. AICC നിരീക്ഷകരെത്തി MLA-മാരെ കണ്ട ശേഷം നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചേക്കും. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രി ആരെന്നടക്കം ഡൽഹിയിൽ നിന്ന് തീരുമാനം വന്ന ശേഷം സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിക്കും. വലിയ ഭൂരിപക്ഷത്തിന്റെ ആ തിളക്കം നഷ്ടപ്പെടാതിരിക്കാൻ സത്യപ്രതിജ്ഞ വേഗത്തിൽ നടത്താൻ ആലോചനയുണ്ട്. ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അങ്ങനെ വലിയൊരു വിജയം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ച് വലിയൊരു തോൽവി കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അറിയേണ്ടത് മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ചകൾ നടക്കുന്നു, പോരുകൾ നടക്കുന്നു. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനിയുള്ള തുടർ ചർച്ചകൾ, ശ്രീജിത്ത്? ഹാഷ്മി, അമൃത, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കുറച്ച് ദിവസം കാത്തിരുന്നില്ലേ? അതുപോലെ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാനും കുറച്ച് ദിവസം കൂടി കാത്തിരിക്കുക. നാടകീയമായ പല മുഹൂർത്തങ്ങൾക്കും സാക്ഷിയാവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ഒട്ടൊക്കെ നാടകീയ രംഗങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. അതുകൊണ്ട് നാടകാന്തം കവിത്വം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ നാടകത്തിന് ശേഷം, നാടകീയമായ രംഗങ്ങൾക്ക് ശേഷം ആര് മുഖ്യമന്ത്രിയാകും എന്നതാണ് അറിയാനുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 3 പ്രധാന പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ ഉയർത്തിക്കാട്ടപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പേര് പ്രതിപക്ഷ നേതാവ് VD സതീശന്റേതാണ്. മറ്റൊന്ന് AICC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP-യുടേതാണ്. മൂന്നാമത്തെ പേരായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പേരുമുണ്ട്. ഈ 3 പേരിൽ ഒരാളായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരിക. ഹൈക്കമാൻഡായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും ഇപ്പോൾ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ആലോചനകൾ കോൺഗ്രസിനകത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി, ഇന്ന് ഉച്ചയ്ക്കകം തന്നെ കേരളത്തിലേക്ക് ഈ MLA-മാരെ കാണാൻ, അതായത് നിയമസഭാ കക്ഷി യോഗം വിളിച്ച് MLA-മാരുടെ പിന്തുണ ഏത് നേതാവിനൊപ്പമാണ് എന്നറിയുകയാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമികമായ നടപടി. അതാണ് കോൺഗ്രസിന്റെ സംഘടനാ രീതി. അതനുസരിച്ച് കേരളത്തിലേക്കുള്ള നിരീക്ഷകർ ആരാണെന്ന കാര്യത്തിൽ ഇന്ന് AICC തീരുമാനമെടുക്കും. മല്ലികാർജ്ജുന ഖർഗെയുടെ തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വന്നേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങനെ തീരുമാനം വന്നാൽ നാളെയോടുകൂടി തന്നെ ഈ നിരീക്ഷകർ കേരളത്തിലെത്തി MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണും. അതിനുശേഷം കൂട്ടായും കാണും. അപ്പോൾ ആ MLA-മാരിൽ ആ പിന്തുണ ആർക്കാണ് എന്നുള്ളത് എന്ന് അറിഞ്ഞ ശേഷം അത് ഹൈക്കമാൻഡിനെ അറിയിക്കും. ഹൈക്കമാൻഡ് ആയിരിക്കും തീരുമാനമെടുക്കുക. അപ്പോൾ ഇത്തരം കൂടിയാലോചനകൾക്ക് കുറച്ച് ദിവസം വേണം. അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ഈ മാസം 10-ന് ശേഷം നടത്താം എന്നുള്ളൊരു ധാരണ കോൺഗ്രസിനകത്ത് ഉരുത്തിരിയുന്നത്. എന്നാൽ ഏത് നേതാവാണ് മുഖ്യമന്ത്രി എന്ന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ചില സൗകര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും പിന്നീട് തീയതിയിലേക്ക് മറ്റും വരിക. എന്തായാലും 10-ാം തീയതി കഴിഞ്ഞേ സത്യപ്രതിജ്ഞ ഉണ്ടാകൂ എന്ന ഒരു അനുമാനമാണ് സർക്കാർ തലത്തിലുമുള്ളത്. കാരണം പ്രോട്ടോകോൾ വിഭാഗമാണ് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ടത്. അവർക്കും ലഭിച്ചിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് 10-ന് ശേഷം മാത്രമേ സത്യപ്രതിജ്ഞ ഉണ്ടാകൂ. എന്നാൽ ഈ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തീരുമാനം അനന്തമായി നീട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ നേടിയ 102 സീറ്റിന്റെ തിളക്കമാർന്ന വിജയം, ആ വിജയത്തിന്റെ തിളക്കം കെടുത്താനോ ശോഭ കെടുത്താനോ തയ്യാറല്ല. അതുകൊണ്ട് ഈ വിജയത്തിന്റെ അലയൊലികൾ നിൽക്കുമ്പോൾ തന്നെ സത്യപ്രതിജ്ഞ നടത്തി ജനത്തെ ആ ആവേശത്തേരിലേക്ക് അതിന്റെ ഒരു ഈ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആരെ എന്നതിലെ ചർച്ചകൾ തുടങ്ങി. അത് കസേര വടംവലി എന്ന ചക്രത്തിൽ പോരാൻ വ്യക്തിപരമായി എനിക്ക് അങ്ങനെ ഒരു റീഡിംഗ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ പാർട്ടിയിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യർ പലരുണ്ടെങ്കിൽ അതിൽ ചർച്ചകൾ നടക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്ന് അതെൻ്റെ വ്യക്തിപരമായ ആലോചനയാണ്. ഞാനത് പലയിടത്തും പറയുകയും ചെയ്തു. പക്ഷേ ഒരു പൊതുസമൂഹം ഒന്നും അതിനെ അങ്ങനെയല്ലോ കാണുന്നത്. ഏതാണ്ട് അധികാര വടംവലി, ചക്രത്തിൽ പോരാട്ടം എന്നൊക്കെയാണ് കാണുക. അപ്പോൾ നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ അത് ഒരു പരിധിയിൽ കൂടുതലാവാതെ 102 സീറ്റ് എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത വലിയ തിളക്കമുള്ള വിജയം സമ്മാനിച്ചാണ് കേരളം UDF-ന്. അധികം വൈകാതെ ആ തീയതി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെ കരുതണോ ശ്രീത്? തീർച്ചയായും ഹാഷ്മി, അധികം വൈകാതെ തീയതി പ്രഖ്യാപനത്തിലേക്ക് വരും. കാരണം ഒരു 10-ാം തീയതിക്കകം മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാനുള്ള ഇടപെടൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇന്ന് രാവിലെ ആലപ്പുഴയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന KC വേണുഗോപാൽ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി ഡൽഹിയിലെത്തും. അതിനുശേഷം സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നാണ് മല്ലികാർജ്ജുന ഖർഗെയുടെ നിർദ്ദേശപ്രകാരം ഈ നിരീക്ഷകരെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗികമായ തീരുമാനം വരേണ്ടത്. ആ തീരുമാനം ഉച്ചയോടുകൂടി പ്രതീക്ഷിക്കുന്നു. അതിന് കഴിഞ്ഞാൽ തന്നെ വേഗത്തിൽ തന്നെ
CLP വിളിച്ചു ചേർക്കാനുള്ള എല്ലാ നടപടികളും ഉണ്ടാകും. അതാണ് ഇതിന്റെ നടപടിക്രമം. എന്നാൽ കേവലം CLPയും മുഖ്യമന്ത്രിയും മാത്രമല്ല തീരുമാനം വരേണ്ടത്, മറ്റു ചില കാര്യങ്ങൾ കൂടി കോൺഗ്രസിൽ തീരുമാനം വരേണ്ടിയിരിക്കുന്നു. കാരണം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് ഉറപ്പായും ബർത്ത് പ്രതീക്ഷിക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരൻ ആര് എന്ന തീരുമാനം കൂടി ഉണ്ടാകണം. 2001 100 സീറ്റിന്റെ ഭൂരിപക്ഷം നേടി UDF വരുമ്പോൾ അതിന് പിന്നാലെ തെന്നല ബാലകൃഷ്ണപിള്ളയെ KPCC അധ്യക്ഷ സ്ഥാനത്ത് മാറ്റിയ പോലൊരു സാഹചര്യം അല്ലെങ്കിൽ കൂടി അത്തരത്തിലൊരു ഈ മന്ത്രിസഭയ്ക്കൊപ്പം തന്നെ KPCC അധ്യക്ഷൻ മാറുന്നൊരു തീരുമാനം കൂടി വരേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം തീരുമാനങ്ങൾക്ക് ഹൈക്കമാൻഡിന് ഒരു കുറച്ച് സമയം വേണം. അതുകൊണ്ടാണ് 10-ാം തീയതി വരെ സമയമെടുക്കുന്നത്. അതിനിപ്പോൾ 5 ദിവസമുണ്ട്. എന്തായാലും 10-ാം തീയതി കഴിഞ്ഞ് ഏത് ദിവസവും സത്യപ്രതിജ്ഞ നടക്കാം എന്നാണ് ഇപ്പോൾ നമുക്ക് കോൺഗ്രസിൽ ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.